കാസർഗോഡ് നീലേശ്വരം പള്ളിക്കര ശ്രീ കേണമംഗലം ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ട മഹോത്സവത്തെ വരവേൽക്കാൻ ഒരുങ്ങി നാട്. ആചാരാനുഷ്ഠാനങ്ങൾക്കും പുറമെ കാസർഗോഡൻ ബഹുസ്വരത പുതുതലമുറയെ അറിയിക്കുന്ന വിധമാണ് മഹോത്സവം. ജാതി മതങ്ങൾക്കതീതമായി വിപുലമായ ആഘോഷ പരിപാടികളാണ് സംഘാടകർ ഒരുക്കിയിട്ടുള്ളത്. നീണ്ട 17 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് നീലേശ്വരം പള്ളിക്കര ശ്രീ കേണമംഗലം കഴകം ഭഗവതി ക്ഷേത്രത്തിൽ പെരുങ്കളിയാട്ട മഹോത്സവം നടക്കുന്നത്. നാടിന്റെ ഉത്സവം ആഘോഷിക്കാനുള്ള അവസാനഘട്ട പ്രവർത്തനങ്ങളിലാണ് ഭക്തസമൂഹം. ഐതിഹ്യങ്ങളുടെയും പൂർവ്വ ആചാരങ്ങളുടെയും ആചാരാനുഷ്ഠാനങ്ങൾക്കൊപ്പം കാസർഗോഡൻ സംസ്കാരം പുതുതലമുറയെ അറിയിക്കുന്ന വിധമാണ് പെരുങ്കളിയാട്ട മഹോത്സവം സംഘടിപ്പിക്കുന്നത്. പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായി നിരവധി തെയ്യക്കോലങ്ങൾ കെട്ടിയാടും. മാർച്ച് 9-ന് കേണമംഗലം ഭഗവതിയുടെ തിരുമുടി ഉയരും. സാധാരണ കളിയാട്ടങ്ങളിൽ 9 തെയ്യക്കോലങ്ങളാണ് കെട്ടിയാടാറുള്ളത്. ഈ പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായി കേണമംഗലം ഭഗവതിക്ക് പുറമെ ഗുളികൻ, നാഗരാജാവ്, നാഗകന്യക ഇങ്ങനെ 4 തെയ്യങ്ങൾ കൂടി അധികമായിട്ട് എല്ലാ തെയ്യങ്ങളും എല്ലാ ദിവസവും കെട്ടിയാടുന്നുണ്ട്. അവസാന ദിവസമാണ് കേണമംഗലത്ത് ഭഗവതിയുടെ തിരുമുടി ഉയരുന്നത്. ജാതിമതങ്ങൾക്കതീതമായി വിപുലമായ ആഘോഷ പരിപാടികളാണ് സംഘാടകർ ഒരുക്കിയിട്ടുള്ളത്. ജാതിമതത്തിന് അതീതമാണെന്ന് വെറും വാക്കല്ല, കൃത്യമായ സന്ദേശം നൽകുന്ന രീതിയിലേക്കുള്ള പരിപാടികളാണ് ആഘോഷ കമ്മിറ്റി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. പാചകക്കുലപതി പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് അന്നദാനം ഒരുക്കുന്നത്. പെരുങ്കളിയാട്ടത്തിന് 5 ലക്ഷം ഭക്തജനങ്ങൾ എത്തിച്ചേരും. ഒരേ സമയം 2000 പേർക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഭക്ഷണപ്പന്തലും സജ്ജമാക്കിയിട്ടുണ്ട്. മാർച്ച് 4 മുതൽ 9 വരെയാണ് പെരുങ്കളിയാട്ട മഹോത്സവം. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.